ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർമ്മത്തൻ പാസ്റ്ററിനെ കാണാൻ ഇടയായത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാനിപ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ സുവിശേഷത്തെ വ്യാപനത്തിന് നമുക്ക് ഓരോരുത്തർ വ്യക്തികൾക്കൊരു നിയോഗമുണ്ട്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു പ്രിൻ്റർ മെറ്റീരിയൽ കൊടുത്തു, ഒരു ചർച്ചിലെ ഒരു വ്യക്തിക്ക് കൊടുത്തു. അത് മുത്തണ്ണ കയ്യിൽ വരുവാനിടയായി. അത് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് അങ്ങനെയാണ് സംസാരിക്കാനിടയായി. അദ്ദേഹമായിട്ട് സംസാരിച്ച് ഞാൻ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു വിശാലമായിട്ട് ചിന്തിക്കുന്ന ഒരു ഉയർന്ന ദർശനമുള്ള ഒരു നല്ല ദേവദാസൻ. ഞാൻ ഫോണിലാണ് അത് സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ പല പ്രാവശ്യം സംസാരിച്ച് കണ്ടുമുട്ടാനിടയായി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനിടയായത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഇവിടെ എനിക്ക് പരിചയമുള്ള UP മിനിസ്റ്ററിലുള്ള ബേബി വർഗീസ് പാലക്കാടുണ്ട് എന്ന് പറയാനിടയായി. ഷോർട്ട് ടൈമിനകത്ത് ഒരു ദിവസം ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം അവരുടെ ഭവനത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന് തൃപ്തനായി, അദ്ദേഹത്തിന് കൂടെ പ്രവർത്തിച്ചു. പിന്നീട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പറയുന്നത് ഒരു വണ്ടി വാങ്ങിക്കാനായിട്ടുള്ള ഒരു സൗകര്യം അദ്ദേഹം ചെയ്തു കൊടുത്തു. പണം പൂർണ്ണമായിട്ട് ആയിട്ടില്ല. അതായത് അദ്ദേഹം UP വരുന്ന ഈ ഹിന്ദിക്കാരുടെ കുട്ടികൾ അവർ ചർച്ചയിൽ വരുന്നുണ്ട്. 10-30 കുട്ടികളുണ്ട്. ഇന്നലെ ഞാൻ സംസാരിക്കുന്ന 40 കുട്ടികളോടുണ്ടെന്നാണ്. അപ്പോൾ അവർക്കൊക്കെ മടങ്ങി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞ് ദേവദാസൻ അങ്ങനെ ഒരു സഹായം ചെയ്തു. അങ്ങനെ പലരുടെ സഹായത്തോടുകൂടി അദ്ദേഹം പുതിയ എക്കോ വണ്ടി വാങ്ങിക്കാനിടയായി. ആ വണ്ടിയോട് ഇപ്പം അദ്ദേഹം കുട്ടികളെ 10-12-13 വയസ്സായ കുട്ടികൾക്ക് നടന്നു പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഈ വണ്ടിയിലാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ UP നിന്നും കൃഷ്ണായും അദ്ദേഹത്തിൻ്റെ ഭാര്യ 3 കുട്ടികൾ, ഞങ്ങൾ UP പോയപ്പോൾ ഈ കൃഷ്ണായും മുകേഷ് 2 പാസ്റ്റർമാരായിരുന്നു ഞങ്ങളെ ഒന്ന് സ്വീകരിക്കാനുണ്ടായി. മുകേഷ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ 3 കുട്ടികളെ അദ്ദേഹം ഇവിടെ വന്ന് ജോലിയെടുത്ത കുട്ടികൾ നല്ല സന്തോഷമായിട്ട് കഴിയുന്നു. ഇപ്പോൾ ഈ ഭാഗം ഇവിടെ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് സഹായിക്കാൻ. അത്ര വലിയൊരു നിലയിലേക്ക് ആ ശുശ്രൂഷ വളരുവാനിടയായി. പാസ്റ്ററായിട്ടുള്ള ആ ഒരു ഇത് ഞങ്ങൾ കളിക്കാനിടയാൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ വൈഫിൻ്റെ പേര് ജിജി എബ്രഹാം. ജോയി സിസ്റ്ററിനോട് വളരെ സ്നേഹത്തിലായിരുന്നു. അപ്പം ഞാൻ നേരത്തെ ഈ ഫോൺ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായ സമയത്ത് ഇവരെടുത്ത് വായിക്കുമ്പോൾ എന്തോ ഒരു സ്നേഹത്തിലാണ് മെസ്സേജുകളായിരുന്നു. ആ മെസ്സേജുകളൊക്കെ നഷ്ടമായിപ്പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയൊരു മെസ്സേജ് മോക്ക് ഇവരെ പറ്റി അയച്ചിരുന്നു. വെച്ചു വളരെ സ്നേഹപരമായ ഇതിൽ വാക്കുകൾ വളരെ ചുരുക്കമായിട്ട് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. അത് ഇവരുടെ സ്നേഹവും തിരിയുടെ സ്നേഹവും എല്ലാം ക്രിസ്തുവിലുള്ള സ്നേഹമാണ് ആ തരത്തിലേക്ക് ഞങ്ങൾ എത്തുവാനിടയായി. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ വന്നൊരു മെസ്സേജ് തരാമോ എന്നോട് ചോദിച്ചു. ഞാനങ്ങനെ മെസ്സേജ് ലെവലിലേക്കൊന്നും പോകാത്ത ആളാണ്, എങ്കിലും ഞാൻ പറയാം. അങ്ങനെ ആണ് ഇപ്പോൾ ഇവിടെ വരാനിടയായത്. ഇനി ഞാനിപ്പോൾ ഈ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ പറ്റി പറയുമ്പോൾ, ഞാൻ ആഫ്രിക്കയിൽ ലൈബീരിയ എന്ന് പറഞ്ഞ ദേശത്ത് അധ്യാപകനായിരുന്നു. അന്ന് സദേൺ ബാപ്റ്റിസ്റ്റ് മിഷൻ്റെ സ്കൂളിൽ ഞങ്ങളൊരു 8.5 വർഷം അധ്യാപകരായിട്ടിരുന്നു. അവിടെ ഒരു ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഒരു മിഷണറി മാഡമാണ്, അവർ റിട്ടയർ ചെയ്ത് വന്നതാണ്. അപ്പം മർക്കോസിൻ്റെ ലേഖനത്തിൽ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അത് പഠിപ്പിച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞു. എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചിന്തയായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പറഞ്ഞത്, അമേരിക്കയിലെ യങ്സ്റ്റേഴ്സ് പറയുന്ന ഒരു കാര്യം, there should be only one interpretation of the Bible and what is that? ചോദിക്കുന്നൊരു ചോദ്യമാണ്. വേദപുസ്തകത്തിന് ഒരു വ്യാഖ്യാനമേ ഉള്ളൂ, അതെന്താണ്? അതെന്നെ പ്രത്യേകം എനിക്കത് സ്ട്രൈക്ക് ചെയ്യാനിടയായി. കാര്യം ഞാനതിന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നു ഞാൻ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന ഇളംകുളം, അതിനടുത്ത് കടവന്തര ഒരു സ്ഥലത്ത് അതിന് ഞങ്ങൾ ആദ്യം താമസിക്കുന്നു. അന്ന് ഒരു അമേരിക്കൻ മിഷണറി ഇവിടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഞങ്ങളുണ്ടായിരുന്ന രാജ്യത്തുണ്ടായിരുന്നു. അതായത് ഞങ്ങളോട് പ്രത്യേക സ്നേഹമായിരുന്നു. ഒരു ദിവസം അവിടെ സംസാരിക്കാൻ വന്നിരിക്കുമ്പോൾ ഒരു IPCയിലെ മെമ്പേഴ്സ് ഒരു കൺവെൻഷന് ആക്റ്റീവായിട്ട് വന്നു. സംസാരിച്ചെല്ലാം കഴിഞ്ഞ് പോകാനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് സംസാരിച്ചു. അന്നാണ് എനിക്ക് വേറൊരു ദർശനം കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ IPCക്കാരാണെന്ന് ഞാൻ മനസ്സിലായി, പക്ഷേ
പക്ഷെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒന്ന് യോജിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഞാൻ അത് ശരിയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നതിന് തടസ്സമായിട്ട് പ്രവർത്തിക്കുകയല്ലേ ആഭരണത്തിൻ്റെ വിഷയത്തിൽ. ഇത് കഴിഞ്ഞ് തമ്മിൽ സംസാരം ഉണ്ടായി. ഇദ്ദേഹം ഒരു വലിയ ആചാരബോധം വരുന്നു. വന്ന ആളുകൾ ബാങ്ക് ഉദ്യോഗസ്ഥനെ കുറിച്ച് ചെറിയ ഒരാളാണ്. ഞാൻ വിചാരിച്ചു സംസാരം തയ്യാൻ നീണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഓരോ ദേശത്തും ഓരോ കാലത്തും ഓരോ കൂട്ടായ്മയെ പറ്റി ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശ നിർവൃത്തിക്ക് വേണ്ടി അവർക്കൊരു ഇല്യൂമിനേഷൻ കൊടുക്കും, ഒരു വചനത്തിൻ്റെ ഒരു പ്രകാശനം കൊടുക്കും. അത് പക്ഷേ ഉപദേശമാണെന്നുള്ള നിങ്ങൾ നിഷ്കർഷിക്കരുത്. ഇതാണ് അദ്ദേഹം ഫൈനലി പറഞ്ഞ കാര്യം. ഞാൻ സ്നാനമെടുത്തത് TPM ഇതായിരുന്നു. അവർ വളരെ ജീവിതവിശുദ്ധിക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഞാൻ എപ്പോഴും അവരെ ബഹുമാനിക്കുന്നവരാണ്. അവരുടെ ഇതിനുള്ള തീക്ഷ്ണതകൾ സമർപ്പണമൊക്കെ കാണുമ്പോൾ. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് ഇത് വചനമായി പൊരുത്തപ്പെടാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ അത്രയ്ക്ക് തീക്ഷ്ണതയോട് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവിടെ ബൈബിളിൽ എനിക്ക് അവരുടെ എപ്പോഴും സ്നേഹം ബഹുമാനമാണ്. അപ്പം അവർക്കൊക്കെ മരുന്ന് വേണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ദർശനം, ഒരു പ്രകാശനം കിട്ടിയെങ്കിൽ അത് നല്ലത് തന്നെ. അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. അവർ തെറ്റാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെ ഏറ്റെടുക്കണം എന്ന് അവർ നിഷ്കർഷിക്കുന്നത് ഭാഗവും എവരിതിങ് യു ആസ്ക് ഇൻ മൈ നെയിം ഐ വിൽ ഗിവ് ഇറ്റ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ, അങ്ങനത്തെ ഒരു വാക്യങ്ങളൊക്കെയാണ് അവർ അടിസ്ഥാനമാക്കുന്നത്. പക്ഷെ അതിന് മറിച്ചുള്ള വാക്യങ്ങൾ വേദോത്സവത്തിൽ ഉള്ളതുകൊണ്ട് അതാണ് ഫൈനൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ആ ഒരു കൂട്ടായ്മയ്ക്ക് അന്ന് അത് ആവശ്യമായിരുന്നു. ദൈവം അങ്ങനെ ഒരു പ്രകാശനം കൊടുത്തു. അത് അവർക്കത് ഫോളോ ചെയ്യാം. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അപ്പം ഞാനിത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ദൈവവചനത്തിൻ്റെ ഒരു അടിസ്ഥാന ഉപദേശം നമുക്ക് പറ്റുമോ? പലരും പറയുന്നു സാധ്യമല്ല. പക്ഷേ സ്പിരിച്വൽ ബൈബിൾ എന്ന് പറഞ്ഞ ഒരു റെഫറൻസ് ബൈബിളുണ്ട്. ഇത് അമേരിക്കയിൽ ആദ്യമായിട്ട് പെന്തിക്കോസ്റ്റൽ ഗ്രൂപ്പുകാർ ഒരു 10-40 പേരെടുത്ത് 30-40 പേരെടുത്ത് കാണുന്നു. അവരെല്ലാം പേരെടുക്കും. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തയ്യാറാക്കിയത് ആദ്യത്തെ റെഫറൻസ് ബൈബിൾ അതിൻ്റെ വീട്ടിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവർ തമ്മിലും എല്ലാ കാര്യത്തിലും യോജിക്കുന്നില്ല. എന്നിട്ട് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇൻട്രഡക്ഷൻ പറഞ്ഞിരിക്കുന്നത്, അവരിരുന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, there are much more to agree than to disagree. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു പ്രതിസന്ധി. അതാണ് ഓരോ കൂട്ടായ്മകളും അവരുടെ ഭാഗം ശരിയെന്നാണ് അവർ പറയുമ്പോൾ ആ ഡിഫറൻസ് ആണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ സ്വീകരിക്കാമെങ്കിൽ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. അത് നടക്കാത്ത ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ യോജിക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഒരു പ്ലാറ്റ്ഫോം ഇത് കണ്ടെത്താനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുമ്പോൾ അവരുടെ ഭാഗം ശരിയാണ്. അവർക്കൊരു അങ്ങനത്തെ ഒരു ബോധ്യമുണ്ട്. ദൈവം അവർക്കൊരു പ്രകാശനം കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ അതെല്ലാം ഉപദേശമാണ് എന്ന് ഏറ്റെടുക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇപ്പം ഞാനിന്ന് ഒരു ബുക്ക് പ്രിന്റ് ചെയ്തു, ചെറിയ ബുക്കിലേക്ക് പ്രിന്റ് ചെയ്തു. അതാണ് കൊടുക്കാം എല്ലാവർക്കും. അതെ, ഈ ബുക്കിലേക്ക് ഒന്ന് നോക്കണം. ആ ബുക്കിലേക്ക് ഞാൻ തരുന്നതിൻ്റെ കാരണമുണ്ട്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വളരെ ബൃഹത്തായ ഒരു ടോപ്പിക്കിൻ്റെ വളരെ സംക്ഷിപ്തമായ ഒരു പ്രിൻ്റൗട്ടാണ് ഞാനിപ്പോൾ ഈ തരുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതുകൊണ്ട് ഓരോരുത്തർക്കും കയ്യിൽ വെക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. അതൊന്ന് എഴുതുകയും കൂടി ചെയ്താൽ ഒന്നുകൂടെ നല്ലതാണ്. അതൊന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ആ ബുക്ക് അടിച്ചിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ഇത് ആർക്ക് വേണമെങ്കിലും അവരുടെ സ്വന്തമായിട്ട് അടിക്കാം. അതിന് ഫ്രണ്ടിൽ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ആ സ്പേസിൽ ഏത് ചർച്ചിനും ഇവിടെ അടിച്ചിട്ട് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ചർച്ചിലുള്ളവർക്ക് അടിസ്ഥാന ഉപദേശങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഉറപ്പ് കിട്ടാനുള്ള ഒരു ബുക്കിലേക്കാണ്. അതുപോലെ തന്നെ ഒരേ സമയം ഇത് സുവിശേഷത്തിന് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മൾ ചർച്ചിലെ മെമ്പേഴ്സിന് ഒരു വ്യക്തത ഒന്നുകൂടെ കിട്ടാനും സങ്കീർണത പറയാനും സുതാര്യത കൂടാനും പറ്റിയ ഒരു ബുക്കിലെറ്റാണിത്. അപ്പം ഈ ബുക്കിലെറ്റിലേക്ക് ഞാൻ വരുന്നു. അപ്പം ഇതിൽ അതിൻ്റെ ബാക്ക് സൈഡിലെ ലാസ്റ്റ് ഒരു വാക്യമുണ്ട്. അത് മറിക്കുമ്പോൾ ബാക്ക് സൈഡിലെ ലാസ്റ്റ് വാക്യം അതിനകത്ത് പറഞ്ഞത്, ഇന്ന് പോൾ പാസ്റ്റർ ഇവിടെ ആദ്യം സംസാരിച്ച ഭാഗത്തിൻ്റെ 28-ന്റെ 19-20 അതിനോട് ബന്ധപ്പെട്ടുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്നത് മക്കോസിലാണ്. എന്നിട്ട് പറഞ്ഞ്, പിന്നെ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും
ഇവിടെയാണ് ഈ ബുക്കിലെറ്റ് അവസാനിപ്പിച്ചിരിക്കുന്ന അവിടെയാണ്. നമ്മൾ ഈ ബുക്കിലെറ്റ് കണ്ടന്റ് എന്താണെന്നുള്ളത് നമ്മളിപ്പം അങ്ങോട്ട് പോകാൻ നമ്മൾ അതിലേക്ക് പോവുകയാണ്. അപ്പം അതാണ് ലാസ്റ്റ് ഇതിനകത്ത് അവസാനിച്ചത്. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അവസാനിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പറയാം. ഇത് വളരെ പ്രധാനമുള്ള ഭാഗമായതുകൊണ്ടാണ് ഫൈനലി അവിടെ വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം. ഇതൊരു പോക്കറ്റ് ഇടാവുന്ന ബുക്കിലെറ്റാണ്. ഇപ്പം നമുക്കറിയാം പലരും ഈ കൂടുതൽ വായിക്കാൻ താല്പര്യമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാണ്. അത് അതേ രൂപത്തിൽ അതുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ പേജ് നമുക്കറിയാം, ഫ്രണ്ട് പേജ് നമ്മളാണ് വിശുദ്ധ വേദപുസ്തകം 1 വാക്കിൽ 3 വാക്കിൽ 50 വാക്കിൽ. ഇത് കാണുന്ന ഉടനെ ഒരു എന്താണ് അവിശ്വാസിയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് കണ്ടവർ പറയുന്നു. അപ്പോൾ ഒരു ചോദ്യമാണ്, നമ്മളൊരു ചലഞ്ചിങ് ഇഷ്യൂ പോലെയാണ് ഒരു ചോദ്യം. അതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം 1 വാക്കിൽ പ്രകടിപ്പിക്കാമെങ്കിൽ എപ്രകാരം പ്രകടിപ്പിക്കാമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കുന്നെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റാം. അത് ഉടനെ അതൊരു തിയോളജിക്കൽ ഡിസ്പ്യൂട്ട് വരും. പ്രകടിപ്പിക്കാമെങ്കിൽ അത് സാധ്യമാകുന്നെങ്കിൽ എപ്രകാരമാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആൻസർ യേശു ക്രിസ്തു. അത് പലർക്കും ഒരു സംശയമാണ്, അതുതന്നെയാണ് യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ പഴയ നിയമം ഉണ്ട്, പുതിയ നിയമമുണ്ട്. നമ്മൾ ഈ പഴയ നിയമം പഠിക്കണോ വേണ്ടേ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ അടുത്ത ഇടയ്ക്ക് എനിക്ക് അതിന് നല്ല വ്യക്തമായ ഒരു മറുപടി ഉത്തരം കിട്ടി. അതായത് പഴയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വായിച്ചു എല്ലാത്തിനും സംക്ഷിപ്തമായിട്ട് വരുമ്പോൾ യേശു ക്രിസ്തു. അപ്പോൾ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടെത്തുക, അതാണ് നമ്മുടെ പ്രൈമറി സ്റ്റഡി. അത് നമ്മൾ അറിയണമെങ്കിൽ എബ്രായരുടെ 1:1 ദൈവം കണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അന്ത്യകാലത്ത് ക്രിസ്തുയേശുവിൽ കൂടി മറഞ്ഞു കിടന്നത് ക്രിസ്തുയേശുവിൽ കൂടി വെളിപ്പെടുത്തുന്നു. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പഴയ നിയമത്തിന് ആ പ്രസക്തിയുണ്ട്. അതിനകത്ത് ദൈവമഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാകും. പക്ഷേ മറഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുക, അതാണ് ഒന്ന്. അപ്പോൾ ഇവിടെ 4 വാക്യങ്ങളാണ് നമ്മൾ എന്തുകൊണ്ട് യേശു ക്രിസ്തു തന്നെ എന്ന് പറയുന്നതിന് ഇതിനകത്ത് പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഈ പോക്കറ്റ് ഇടാവുന്ന ഒരു ബുക്കിലേറ്റിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടെയ്ൻ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പരിമിതിയുണ്ട്. എങ്കിലും ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ വായിക്കുന്നത് നമ്മുടെ 1 തിമോത്തിയോസ് 2:5 അതിന് ദൈവം ഒരുവനല്ലോ. അവർക്കറിയാമല്ലോ, അതിനകത്ത് 3-4 മർമ്മങ്ങളുണ്ട്. ദൈവം ഒരുവനല്ലോ. അത് കഴിയുമ്പോൾ പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. മൂന്നാമത് പറയുന്നത് ഏറ്റവും പ്രധാനം എല്ലാവർക്കും വേണ്ടി മറുവിലയെ കണ്ടെത്താൻ കൊടുത്ത ക്രിസ്തുയേശുവാണ്. അപ്പൊ നമുക്കറിയാം ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയാണ് നമ്മുടെ വേദപുസ്തകത്തിലെ കീ ആയിട്ട് കിടക്കുന്ന ഭാഗം. അപ്പോൾ മറുവിലയായി കണ്ടെത്താൻ കൊടുത്ത ക്രിസ്തുയേശുവാണ്. ഇതാണ് നമ്മൾ ഒറ്റ വാക്കിൽ യേശു ക്രിസ്തു എന്ന് പറയാനുള്ളതിന്റെ സാധൂകരിക്കുന്ന ഒരു വാക്യമാണ്. ഇനി അടുത്തത് കൊളോഷ്യർ 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ വരുമ്പോൾ ഈ വേദശാസ്ത്രപരമായിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ള ബുക്കുകളെല്ലാം അറിയാം, റോമർക്കുള്ള ലേഖനമാണ്. അതിനകത്ത് തിയോളജി അവസാനിക്കുന്നത് 11 അധ്യായപ്പെട്ടാണ്. 11 അധ്യായം അവസാനിക്കുന്നത് 11:36 പറയുന്നത് സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്ക് ആകുന്നു, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അപ്പൊ നമ്മളിത് എന്തിനാണ് ഞാനിത് പറയുന്നത്, ഇത്ര ഇങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ നമുക്കതിനെ ചുരുക്കമായിട്ട് നമ്മൾ സംഗ്രഹിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കീ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിനെ സാധൂകരിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഞാനും പിതാവും ഒന്നാകും. അപ്പൊ ഇത്രയും വചനം വായിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തു എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്, അർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകത്തക്ക രൂപത്തിലുള്ള ഒരു തോന്നലുണ്ടാകത്തക്ക രൂപത്തിൽ ഇതുകൊണ്ട് വരുന്നുള്ളൂ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അടുത്തത് വിശുദ്ധ വേദപുസ്തകം 3 വാക്കിലെങ്കിൽ പ്രകടിപ്പിക്കാമെങ്കിൽ എപ്രകാരമാണ്. ഇത് പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ബൈബിൾ ടീച്ചേഴ്സ് പലരും ചോദിക്കുന്നെങ്കിലും പലർക്കും അതിൻ്റെ അകൃത്യമായ മറുപടി. പലരും പറയുന്നത് പിതാവ് പരിശുദ്ധാത്മാവ് എന്നാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയല്ല,
ആദാമിന്റെ വീഴ്ചയുടെ അപ്പോൾ തന്നെ ദൈവം രക്ഷാപദ്ധതിയുടെ തുടക്കം ഇട്ടു എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അതായത് മൃഗത്തെ കൊന്ന് തോലിച്ചെന്ന് രക്തത്താലുള്ള ഒരു വിമോചനത്തെ ആണ് അതിൽ അർത്ഥമാകുന്നെന്ന് വ്യാഖ്യാനിക്കുന്ന വേറെ പണ്ഡിതരുണ്ട്. അപ്പം ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് 3 വാക്കിൽ നമ്മൾ വേദപുസ്തകത്തെ പറയാനാണെങ്കിൽ ഉള്ളത്. ഇനി അതിനുള്ള ഒറ്റ വാക്യവും അത് നമുക്കെല്ലാം പ്രസിദ്ധമായിട്ടുള്ള നമ്മളെല്ലാം അറിയാവുന്ന വാക്യമാണ് യോഹന്നാൻ 3:16. ഞാനത് വായിക്കുന്നില്ല, നമുക്കെല്ലാം അറിയാവുന്നതായതുകൊണ്ട് സമയത്തിന് വരുന്നതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഇനി നമ്മൾ വരുന്നത് വിശുദ്ധ വേദം. ഇനി അതിപ്പോൾ നമ്മൾ ഒരു വാക്കിൽ തുടങ്ങി 3 വാക്കിലേക്ക് വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആ വിഷയത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെ എൻട്രി ചെയ്യും, കുറച്ചുകൂടെ വ്യക്തത വരും. ഇനി നമ്മൾ വരുന്നത് 50 വാക്കിൽ. ഈ 50 വാക്കിൽ വരുമ്പോൾ കുറേ വേദശാസ്ത്രപരമായ വാക്കുകളുണ്ട്. അത് നമുക്ക് അവിശ്വാസികൾക്ക് ഒന്നും മനസ്സിലാകും. പാപപരിഹാരം, പാപം എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് ആ വാക്ക് പോലും അറിയില്ല. ഞാൻ ഒരിക്കലും ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ബ്രാഹ്മണാണ്. അദ്ദേഹം ചോദിക്കുക, വാട്ട് ഈസ് സിൻ? സിൻ എന്താണ്? അവർക്ക് പാപമൊന്നുമില്ല. അവർക്ക് നീതി, അനീതി, ധർമ്മം, അധർമ്മം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിക്കുന്നത്. പാപം എന്ന് പറയുന്നത് അവർക്ക് വ്യക്തതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനത്തെ വാക്കുകൾ ഇതിലുണ്ട്. എങ്കിലും നമുക്കിത് കൊടുക്കുന്നു, ഒരു അവിശ്വാസിക്ക് കൊടുക്കുമ്പോൾ അവരിത് വായിച്ചിട്ട് അവർക്ക് ആദ്യ ഭാഗം മനസ്സിലാവും, ഫസ്റ്റ് പേജ് മനസ്സിലാവും. സെക്കൻഡ് പേജിലേക്ക് വരുമ്പം അവർക്ക് കുറേ സംശയങ്ങൾ വരും. ചിലപ്പം അത് നമ്മളെ വിളിച്ചു ചോദിക്കും. നമ്മൾ അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ തടസ്സങ്ങൾ എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കിടക്കുന്ന ഭാഗങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കാനിടയാണ്. ഇപ്പം നമുക്കത് വായിച്ചു പോകാം. ഇതിനകത്തൊരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഹൈഫനുണ്ട്. മാനസാന്തരപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ നേരെ വായിക്കാൻ പോകുന്നത് ഹൈഫൻ ക്ലോസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ അത് വായിക്കാം. അപ്പോൾ നമ്മൾ 50 വാക്യത്തിൽ എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് മനുഷ്യ ഹൃദയത്തിൽ നൽകുന്ന ബോധ്യത്താൽ മാനസാന്തരപ്പെട്ട്. ഇനി അടുത്തത് വായിക്കാൻ പോകുന്നത് ഇവിടെയാണ്. മാനസാന്തരപ്പെട്ട് ദൈവകൃപയാൽ വിശ്വസിച്ച്. അപ്പം നമ്മൾ ഇങ്ങനെ പേജിൽ ഒരു ഹൈഫൻ കിടക്കുന്നു, അത് കഴിയുമ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ. ദൈവകൃപയാൽ വിശ്വസിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഏറ്റെടുത്ത് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവസ്ഥ ലഭിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നതിനായി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി. ഇതാണ് ഇതിൻ്റെ വൈറ്റിലായ ഭാവം. ഇതിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളാണ് ഹൈഫനകത്ത് കിടക്കുന്നത്. നമുക്കിത് ആദ്യം ഒന്നുകൂടെ വായിക്കാം. ദൈവാത്മാവ് മനുഷ്യഹൃദയങ്ങളിൽ നൽകുന്ന ബോധ്യത്താൽ മാനസാന്തരപ്പെട്ടു. ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സപ്പോർട്ടിങ് വചനങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ എഴുതിയിരിക്കുന്നതിന് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അത് മനസ്സിലാകാതെയാവും. ഇനി മാനസാന്തരപ്പെട്ട് മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ആത്മീയ മരണത്തിലായ മാനവരാശിയെ വീണ്ടെടുക്കുവാനായി ദൈവസ്നേഹത്താൽ ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യ ജന്മമെടുത്ത് പാപരഹിതനായി ജീവിച്ചുവെന്നും കുരിശിൽ മരിച്ച് പാപപരിഹാര ബലിയായി തീർന്നുവെന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തുവെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നുവെന്നും മഹത്വത്തോടെ വീണ്ടും വരുമെന്നും ഭൂമിയിൽ രാജാവായി വാഴുമെന്നും ദൈവകൃപയാൽ വിശ്വസിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷകന കർത്താവുമായി ഏറ്റെടുത്ത് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവാസം ലഭിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകേണ്ടതിനായി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി. അപ്പം ഇതിനകത്ത് ഈ ഹൈഫനകത്ത് കിടക്കുന്ന നമ്മുടെ ഫുൾ ഗോസ്പലിൻ്റെ എല്ലാം ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഭാഗം നമ്മൾ പലപ്പോഴും ഇത്രയും മുഴുവൻ പറയാറില്ല. ആളുകൾ ഇത്രയും ഏറ്റെടുക്കണമെന്ന് ഇത്രയും പറഞ്ഞിട്ടല്ല സ്ഥാനം എടുക്കുന്നത്. പക്ഷെ അവരിലേക്ക് മുഴുവൻ കാര്യങ്ങൾ ഇതിനകത്ത് വന്നാൽ നമ്മുടെ സുവിശേഷം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ പ്രിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഫുള്ള് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഓരോ ഭാഗവും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്തക്ക രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ ഇത് നമുക്ക് അവരോട് പറയാൻ പറ്റും. ഇനി നിങ്ങൾ പേനയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആ ബ്രാക്കറ്റിൽ എഴുതുന്നത് നല്ലതാണ്. ഇതിൽ ആദ്യത്തെ വാക്യം ദൈവം ആരാണ്. നമ്മളിപ്പം ഇത് ഈ 50 വാക്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവാത്മാവ് മനുഷ്യഹൃദയത്തിൽ നൽകുന്ന ബോധ്യത്താൽ ദൈവം ആരാണ് എന്ന് നമുക്കൊരു ബോധ്യം വന്നാലേ അത് നമ്മുടെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതിനാണ് ഇവിടെ പറഞ്ഞത് ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകം 10:17 നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ല. ആ വാക്യത്തിനകത്ത് അനേകം വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒറ്റ വാക്യമേ ദൈവമാണെന്ന് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ
നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ഒരു ഒരു തോട്ട് അത് ജനറേറ്റ് ചെയ്യത്തക്ക രൂപത്തിലുള്ള അതിന് മാത്രമുള്ള കാര്യമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഇവിടെ നമ്മുടെ ബ്രാക്കറ്റിൽ ദൈവം ആരാണ്, ഇതാണ് നമ്മൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എവിടെ നിൽക്കുന്നു. ദൈവം ആരാണെന്ന് പറഞ്ഞു വായിച്ചു, വല്ലവനും ഭയങ്കരമായ മഹാദൈവമല്ല. ഈ അതേസമയം മനുഷ്യൻ എവിടെ നിൽക്കുന്നു, അതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അതിൽ പറയുന്ന ആദ്യം റോമർ 5:12. അതുകൊണ്ട് അതും അതിൻ്റെ തൊട്ട് താഴത്തേൻ്റെ അവിടെ ബ്രാക്കറ്റിൽ മനുഷ്യൻ എവിടെ നിൽക്കുന്നു എന്ന് നമുക്കത് എഴുതിയാൽ കുറേ കൂടെ മീനിങ് ആണ് ഇത് നമ്മൾ വായിച്ചു പോകുമ്പോൾ. അപ്പം അതിനകത്ത് പറയുന്നത് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിട്ടുള്ളത് പിന്നെ തൊട്ട് താഴെ അതിൻ്റെ തന്നെ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് മനുഷ്യൻ എവിടെ നിൽക്കുന്നു എന്നുള്ള ഭാഗം. ഇനി അടുത്ത 2 ഇതുണ്ട്. ഒന്ന് റോമർ 5:8 പിന്നെ യോഹന്നാൻ 16:8. ഇത് ദൈവം നമുക്കായിട്ട് എന്ത് ചെയ്യുന്നു, ഇതാണ് ഇതിൻ്റെ ഇവിടെ സൈഡിൽ ബ്രാക്കറ്റിൽ എഴുതുന്നത്. ദൈവം നമുക്കായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള എഴുതുമ്പം നമ്മൾ ആദ്യം പറഞ്ഞു ദൈവം ആരാണെന്ന് പറഞ്ഞു, മനുഷ്യൻ എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തത് ദൈവം നമുക്കായിട്ട് എന്ത് ചെയ്യുന്നു. അത് ആദ്യത്തെ വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക, ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. റോമർ 5:8. ഈ ഒരു ഭാഗത്തെ സ്വല്പം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് എനിക്കിത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇത് മനസ്സിലാകാൻ ഇടയായത് ചെറിയൊരു കഥയാണ്. ആ കഥ നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാകും, എങ്കിൽ എനിക്കത് വളരെ അർത്ഥവത്തായിട്ട് തോന്നുന്നുണ്ട്. ആ കഥ ഞാൻ ചുരുക്കമായിട്ട് പറയാം. ഒരപ്പന് 2 മക്കളായിരുന്നു, ഐഡന്റിക്കൽ ടീംസ്. ഒരു കുട്ടി 2ആയിട്ട് വരുന്നാൽ ഒരേ ഇത് തന്നെയാണ്. 2 ട്വിൻസായിരുന്നു. ഇതിൽ ഒരാൾ പഠിച്ചു, നല്ല മിടുക്കനായിട്ട് പോയി, ഒരാൾ നേരെ വഴി തെറ്റിപ്പോയി. ഈ പഠിച്ചു മിടുക്കനായ ആൾ ഒരു നല്ല പ്രഗത്ഭനായ വക്കീലായി, പിന്നീട് അദ്ദേഹം ഒരു ജഡ്ജിയായി. ഈ ജഡ്ജിയായ സമയത്ത് ഈ മകൻ കുറ്റവാളിയായി, ഈ സഹോദരൻ ട്വിൻ ബ്രദർ കുറ്റവാളിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ കോടതിയിൽ തന്നെ വിചാരണയായി. അത് ഒരു കൊലക്കേസിൻ്റെ പ്രതിയായിട്ടാണ് വന്നതെന്നാണ് കഥ. ഇദ്ദേഹം എല്ലാം കേട്ടിട്ട് പറഞ്ഞു ഹാങ്ങിങ് അണ്ടിൽ ഡെത്ത്, കണ്ടക്ട് ഡെത്ത്, അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് കഴിഞ്ഞ് ഇവൻ തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേ ദിവസം ഈ സഹോദരനെ കാണാൻ പറ്റും. എന്നിട്ട് പറഞ്ഞു ഞാനിത് ഒരു ന്യായാധിപനായതുകൊണ്ട്, നീതിമാനായ ഒരു ന്യായാധിപനായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിധിന്യായം മാത്രമേ എനിക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഒരു കാര്യം ചെയ്യാം, നിന്റെ വസ്ത്രമുറി എനിക്ക് തരും, എൻ്റെ വസ്ത്രം വിട്ട് നീ പുറത്തു പോകുക. എന്നിട്ട് പറഞ്ഞു ഇനിമേൽ നീ പാപം ചെയ്യരുത്, നിന്നെ രക്ഷിക്കാൻ ഞാൻ ഉണ്ടാവുകയില്ല. ആ കഥയാണ് എനിക്ക് ഈ അർത്ഥം മനസ്സിലാകാനായിട്ട് ഇടയായത്. അപ്പോൾ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അടുത്തത് അവൻ വന്നത്, അതായത് പരിശുദ്ധാത്മാവ്. അവൻ വന്ന് പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റി ന്യായവിധിയെപ്പറ്റി ലോകത്തിന് ബോധം വരുത്തും. അത് യോഹന്നാൻ 16:8. അപ്പോൾ ഇത് രണ്ടും ദൈവം നമുക്ക് ആയിട്ട് ചെയ്തു. ആ ബ്രാക്കറ്റിൽ അത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മളിപ്പോൾ ഈ വാക്യങ്ങൾ തമ്മിൽ അത് ആ ബ്രാക്കറ്റിലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ ബന്ധം നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത പേജിലേക്ക് നമ്മൾ പോകുന്നതാണ്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ 3 വാക്യങ്ങളുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതാണ് അടുത്തത്. അതായത് ആദ്യം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിക്കുന്നു. ഈ കാലം തികഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ അർത്ഥമാക്കുന്നത്? നമ്മൾ വായിച്ചു പോകുമ്പോൾ ന്യായപ്രമാണ കാലം കഴിഞ്ഞു, അതാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ന്യായപ്രമാണ കാലം കഴിഞ്ഞാണ് നമ്മൾ വിശ്വാസ നീതീകരണത്തിൻ്റെ കാലത്തിൽ കടന്നു വരികയാണ്. കാലം തിരിഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് യേശുക്രിസ്തു പറഞ്ഞ ഭാഗമാണ് മാർക്കോസ് 1:15. അപ്പോൾ ഇതാണ് 1 മാനസാന്തരം.
നമ്മൾ എന്താണ് ഇനി ചെയ്യാനുള്ളത്? അടുത്തത്, യേശുവിനെ കർത്താവ് എന്ന വായുവിന്റെ ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുനിന്ന് എത്തിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അവിടെ രക്ഷിക്കപ്പെടുമെന്ന് നോക്കണം. അപ്പം നമ്മൾ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയണം. നമ്മൾ വിശ്വസിക്കുന്നത് ഉറക്കെ പറയണം. എന്ന് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ വായു കൊണ്ട് ഏറ്റുപറയുന്ന ഭാഗമാണ്. ഞാൻ യാക്കോബായ വിശ്വാസത്തിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ ഇളയ സഹോദരൻ്റെ സ്നാനത്തിൻ്റെ ബാമോദിസയുടെ സമയത്ത് ഞാൻ അടുക്കലുണ്ടായിരുന്നു. ഇവിടെ വാ കൊണ്ട് ഏറ്റുപറയുന്നത് ശൈശവ ശിശുസ്നാനത്തിൽ ചെയ്യുന്നത് അതിനൊരു ഗോഡ് ഫാദറിനെ എടുക്കുകയാണ്, അഡോപ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റെ അനിയൻ്റെ പേര് തോമസ് എന്നായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, മാമോദിസ മുങ്ങുന്ന തോമസിനെ സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. 3 പ്രാവശ്യം പറഞ്ഞിട്ടാണ് വെള്ളമൊഴിച്ച് മാമോദിസ മുക്കുന്നത്. എന്നിട്ട് ഗോഡ് ഫാദറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഈ ആളിനെ പരിപാലിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ അത് നമുക്കറിയുന്നു അങ്ങനെ എൻ്റെ ബൈബിളിൽ അർത്ഥമാക്കിയിരിക്കുന്നു. ആദ്യം വിശ്വസിക്കണം, വിശ്വസിച്ചിട്ട് വേണം പറയാൻ. അവിടെയാണ് അവർ പറയുന്നത്. അതാണ് നമ്മുടെ യേശുവിനെ കർത്താവ് വായുവിന്റെ ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പിന്നെ അടുത്തത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നു. ഇവിടെ താഴെ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. ഈ 3 ഭാഗങ്ങൾ ഒന്നിച്ച് വായിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. നമ്മൾ ആരോടും തർക്കിക്കാനോ പോകണ്ട. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നമ്മൾ ദൈവവചനം എന്ന് പറയുന്നതിന് ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. വേർഡ് ഓഫ് കോഡും വേർഡ് അബൌട്ട് കോഡും. വേർഡ് അബൌട്ട് കോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പറ്റിയുള്ള വചനം. വേർഡ് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ ദൈവവചനം. ആത്മകഥ എന്ന് പറയുന്ന പോലെ ആത്മകഥയാണ്. നമുക്ക് പറയുന്നുണ്ടല്ലോ, പത്രോസിൽ പറയുന്നുണ്ടല്ലോ, പ്രവചനമെല്ലാം ദൈവത്തിൽ നിന്ന് വന്നാണെന്നുള്ളൊരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം എടുക്കാം. അതായത് ഇതെല്ലാം ദൈവാത്മാവ് പ്രകാശനം നൽകിയിട്ട് ആത്മാവ് തന്നെ പറഞ്ഞ് നമുക്ക് ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ദൈവവചനം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് ഇന്നതാണ്. അത് കൂടുതലൊന്നും ആളുകളോട് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനം ഇങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് നമ്മൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാനുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ രക്ഷയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ വലിയൊരു പ്രോബ്ലമുണ്ട്. നമ്മുടെ കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി നമുക്ക് എപ്പോഴും നമ്മളോട് പറയുന്നത് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് വരാം. അത് നമ്മളെ ആരും പഠിപ്പിക്കേണ്ട, നമ്മളൊരു കോമൺ ലോജിക്കാണ്. നല്ലത് ചെയ്താൽ നല്ലത് വരാം. അതുകൊണ്ടാണ് നമ്മൾ ജൂഡായിസത്തിൽ യഹൂദമാണ്. ജൂഡായിസത്തിൽ എന്താണ്? എല്ലാ ന്യായപ്രമാണമെല്ലാം തെറ്റില്ലാതെ ആചരിച്ചാൽ നമുക്ക് രക്ഷ ഉണ്ട്. എല്ലാവർക്കും ആത്മാവ് രക്ഷിക്കപ്പെടും എന്നാണ് അവരുടെ ഒരു പേര്. ഹിന്ദുയിസത്തിന് കർമ്മം മൂലം മോക്ഷം, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാം. അത് പ്രവൃത്തി പൂർണ്ണമല്ലെങ്കിൽ, അത് തികഞ്ഞിട്ടില്ലെങ്കിൽ അനേക ജന്മങ്ങൾ വേണം. ഇമ്പ്രൂവ് ചെയ്ത് അവസാനം ബ്രാഹ്മണനായിട്ട് ജനിക്കണം. പിന്നീട് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റ് ഇൻ പീസ്. അതിന് അവർ പറയുന്നത് ആത്മാവ് പരബ്രഹ്മത്തിലേക്ക് അവരുടെ മോക്ഷം, അവർ മോക്ഷമാവുക എന്ന് പറയുമ്പോൾ അപ്പോൾ ആത്മാവിന് സ്വസ്ഥത കിട്ടും. അതുവരെ ഒരു സ്വസ്ഥതയില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യ മനസ്സിൽ അവർക്കൊരു കണ്ടെത്തലുണ്ട്. പക്ഷെ അവിടെ ഒരു മിസ്സിംഗ് ദ ട്രൂത്ത്. പിന്നെ ഇസ്ലാമിൽ എനിക്ക് അറിയില്ല, പക്ഷെ അവർക്കൊണ്ട് ഈ സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുടിപ്രവൃത്തികൾ ഇതൊക്കെ അവർക്കുണ്ടെന്ന് പല 4 തൂണുകളുണ്ട്. എനിക്കറിയാം, കൃത്യമായിട്ട് അറിയില്ല. അവിടെയും എല്ലാ പ്രവൃത്തിയിൽ കൂടിയാണ്. പക്ഷെ വേദപുസ്തകം പറയുന്നു. അപ്പം ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പോൾ ഞങ്ങൾ എൻ്റെ വൈഫിൽ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ഒരു പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിന് പേര് സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്. ആ പുസ്തകം ഓരോ മതങ്ങളെടുത്തിട്ട് എങ്ങനെയാണ് രക്ഷ ഓരോ മതങ്ങളും പറയുന്നത്. പിന്നെ ഇത് ഇൻകാർണേഷൻ അതിനകത്ത് പറയുന്നത് ഒരു അമേരിക്കക്കാരൻ എഴുതുകയാണ്. അതിനകത്ത് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിലെ ദൈവം ഒരു പ്രാവശ്യം ഇൻകാർണേറ്റ് ചെയ്തു. ഭൂമിയിൽ മനുഷ്യർ ദുഷ്ടരാകുമ്പോൾ ദുഷ്ടരെ നിഗ്രഹിക്കാനും ശിഷ്ടരെ പരിപാലിക്കാനായിട്ട് ദൈവം വീണ്ടും അവതരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഹിന്ദുയിസത്തിൽ അറിയുന്നത്. 9 പ്രാവശ്യം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ പല പ്രാവശ്യം. പിന്നെ സാൽവേഷൻ, രക്ഷയുടെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. മഹാത്മാഗാന്ധി, അദ്ദേഹം കർമ്മമൂല മോക്ഷം നല്ലൊരു എൻലൈറ്റൻ ഹിന്ദു ആയിരുന്നു, എല്ലാവർക്കും അറിയാം. അദ്ദേഹം സത്യാന്വേഷണം എന്ന് പറഞ്ഞ അതിനുവേണ്ടി അദ്ദേഹം ഒത്തിരി വളരെ കഷ്ടപ്പെടുകയും സാഹസപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്.
പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരു ഭാഗം അതിനകത്ത് കൂട്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കുന്നത്, എൻ്റെ മനസ്സിൻ്റെ ദുഃഖം ആരറിയുന്നു, എൻ്റെ മനസ്സിൻ്റെ വേദന ആര് മനസ്സിലാക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുട്ടി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം യെരമ്യ 17:9 വായിച്ചതിന് അദ്ദേഹം എത്രമാത്രം റിലീഫ് കിട്ടുമായിരുന്നു. ഹൃദയം എല്ലാത്തിനേക്കാളും കാപട്യവും വിഷവും ഉള്ളത് ആരാന്ന് അറിഞ്ഞാൽ ആ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആളിന് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അവന് സ്വയം അവനെ തന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു രക്ഷകന്റെ ആവശ്യം വേണ്ടി വരുന്നത്. ഒരു നദി എപ്പോഴും താഴോട്ടേ ഒഴുകുള്ളൂ, അതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല. ഈ ഇതുണ്ടല്ലോ, നമ്മൾ എന്താണ് ക്യുക്സാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളകി കിടക്കുന്ന ചെടിക്കകത്തോട്ട് വീണ് കഴിഞ്ഞാൽ അനങ്ങാൻ പോയാൽ താഴോട്ടേ പോകുള്ളൂ, രക്ഷപ്പെടുകയില്ല. ആരെങ്കിലും ഒരാൾ ലിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന് പുറത്ത് വരാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ക്രിസ്ത്യാനിറ്റി പറയുന്നത് ഒരിക്കലും നമ്മുടെ പ്രവൃത്തിയാൽ നമുക്ക് നീതീകരിക്കപ്പെടാൻ സാധ്യമല്ല. അത് വ്യക്തമായിട്ട് പറയുന്ന ഭാഗമാണ് നമ്മുടെ അടുത്ത ഭാഗം. അത് രക്ഷ എന്താണ്, ആ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. ഈ നമ്മൾ വിശ്വാസമല്ല നീതീകരണം എന്നുള്ളത് ഏകനിഷ്ഠമായിട്ട് അതുകൊണ്ട് സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈവൻ മഹാത്മാഗാന്ധിക്ക് പോലും. അദ്ദേഹം പറഞ്ഞത്, ഒരാൾ തെറ്റ് ചെയ്താൽ ആ വ്യക്തിയല്ല ശിക്ഷയായിട്ടുണ്ടാവും, വേറൊരാൾ കൊണ്ടേറ്റാൽ ശരിയാവും. അദ്ദേഹത്തിന് വിശ്വാസമല്ല നീതീകരണം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ളത് പറയുന്നുണ്ട്. അതിനുള്ള ആൻസർ ഇപ്പം നമ്മൾ അടുത്ത എഫേഷ്യർ ഇതിൽ 2:8-9 പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം പോലെ രക്ഷിക്കുക. അവിടെ വരുമ്പോൾ കാണാം കൃപ എന്താണെന്നുള്ളത് ഗ്രഹിച്ചാൽ മാത്രമേ ബാക്കിയെല്ലാം മനസ്സിലാകൂ. കൃപയാലല്ലോ നമ്മൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, നമ്മളല്ല കാരണം. ദൈവത്തിൻ്റെ കൃപയാണ്, അൺലിമിറ്റഡ് ഫേവർ ഫ്രം ഗോഡ്. ദൈവത്തിൻ്റെ ഫേവറാണ്. ദൈവത്തിന് ദാനം എത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് എൻ്റെ കൈയുടെ അധ്വാനത്താൽ ഞാൻ പെടുന്ന മഹതിയാം ബാബിലോൺ അല്ലയോ. അപ്പോൾ തന്നെ ശിക്ഷാവിധി നന്നായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് എന്നും ഹൃദയം ചിന്തിച്ചതേ ഉള്ളൂ, പറഞ്ഞില്ല. അങ്ങനെ പറയുകയാണ്, ഹൃദയം ചിന്തിച്ചപ്പോൾ തന്നെ ന്യായവിധി പറഞ്ഞു. അപ്പോൾ നമ്മൾ രക്ഷയെപ്പറ്റി ശരിക്കും നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ വാക്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. മറ്റ് മതവിഭാഗങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ദൈവവചനം, ദൈവത്തെ പറ്റിയുള്ള വചനമല്ല, ദൈവവചനം ഇങ്ങനെ പറയുന്നു. ഇതാണ് അതിൻ്റെ ആൻസർ. അതിനപ്പുറത്ത് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യരുത്. ഇതെല്ലാം വിശ്വാസത്താലുള്ള കാര്യമാണ്. വിശ്വാസത്താലുള്ള കാര്യത്തിനകത്ത് നമുക്കിപ്പോൾ ലോജിക്കൽ മൈൻഡോ റാഷണൽ തിങ്കിങ്ങോ ഒന്നും വർക്ക് ചെയ്യില്ല. പക്ഷെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ്. അതാണ് നമ്മൾ അടുത്ത വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് ആത്മാവ്, അവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും. അതാണ് നമ്മൾ ഈ പറയുന്ന കൂട്ടായ്മ. നമ്മൾ ഈ കൂട്ടായ്മ ആചരിച്ചു എന്ന് പറയുന്നതിൻ്റെ പലപ്പോഴും നമ്മൾ ഈ കൂട്ടായ്മ ആചരിച്ചു എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഒന്നിച്ചിരുന്നു, എല്ലാവരും കൂടെ സന്തോഷിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നു എന്നുള്ളതാണ് ഒരു കൂട്ടായ്മ. കൂട്ടായ്മയുടെ ബേസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളിലും ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലും നമ്മൾ ക്രിസ്തുവിലും. അതാണ് കൂട്ടായ്മയുടെ ബേസ്. കുടുംബബന്ധം, ഭാര്യഭർത്തൃബന്ധം, അപ്പനും മക്കളുള്ള ബന്ധം എല്ലാം ഈ കൂട്ടായ്മയാണ് അത് ബേസ്. അതാണ് എഫേഷ്യർ 6:1, ചിൽഡ്രൻ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോർഡ്. ഇൻ ദ ലോർഡ് എന്ന് പറഞ്ഞാൽ കർത്താവിൽ, ഈ കൂട്ടായ്മയിൽ, ആ കൂട്ടായ്മയിലുള്ള പിതാവിനെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. അത് വലിയൊരു വേറെ ടോപ്പിക്കാണ്. ഞാൻ സന്ദർശം അത് പറഞ്ഞു എന്നുള്ളത്. അപ്പം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യേശുവിൻ്റെ ഇവിടെ എല്ലായിടത്തും ശമരിയിലും ഇവിടെയുള്ള എല്ലാ സാക്ഷികളാണെന്ന് പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് നമുക്ക് വന്നു. ആത്മാവ് നമുക്ക് നമ്മുടെ പാപം എന്ന് പറഞ്ഞാൽ, നമ്മൾ പാപം എന്ന് പറയുമ്പോൾ 3 കാറ്റഗറി പാപം ആയിട്ട് നമുക്ക് കാണാം. ഒന്ന് അന്തരംഗത്തിലെ പാപം, ഒന്ന് മറഞ്ഞു കിടക്കുന്ന പാപം, ഒന്ന് മുറിവ് കിട്ടുന്ന പാപം. ഈ 3 പാപമുണ്ട്. അന്തരംഗത്തിലെ പാപം എന്ന് പറഞ്ഞാൽ ഏർജസ് ആൻഡ് അംബിഷൻസ്, നീഡ്സ് ആൻഡ് ഡിസൈർസ്. നമുക്കെല്ലാം ഉള്ളതാണ്, ഇങ്ങനെ വേണമെന്നുള്ളത് ജനീകമാണ്. എല്ലാം പ്രഷർ ലഭിക്കാനായിട്ട് നമ്മൾ പലതും നേടിയെടുക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കും. അത് കിട്ടാതെ വരുമ്പോൾ ഇറ്റ് വിൽ ബി സപ്രസ്ഡ് ആൻഡ് റിപ്രസ്ഡ് അൺകോൺഷ്യസ്. നമ്മുടെ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സ് അല്ല,
ഉപമനസ് സബ് കോൺഷ്യസ് ആണല്ലോ. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് ഉണ്ട്, അൺകോൺഷ്യസ് ഉണ്ട്. ഈ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളപ്പെടുകയാണ്. അത് പിന്നീട് വീണ്ടും അത് ആഗ്രഹം ഉയർത്തുക. അതാണ് ഈ പാപമായിട്ട് പിന്നീട് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് മുറുകെ പറ്റുന്ന പാപം. എല്ലാം വിട്ടാലും നമുക്ക് വിടാൻ പറ്റാത്ത ചില ഒരു പാപം, അത് മുറുകെ പറ്റുന്ന പാപം. ചിലത് മറഞ്ഞു കിടക്കുന്നത് നമുക്കത് പാപമാണെന്ന് നമ്മൾ അറിയുന്നില്ല. വചനം വെളിച്ചമായിട്ട് വന്ന് കാണുമ്പോൾ മാത്രമേ, തൂക്കിട്ട പോലെ കാണപ്പെടുമ്പോൾ മാത്രമേ ഇത് പാപമാണ് എന്ന് നമ്മൾ അറിയുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇതെല്ലാം തെളിഞ്ഞു വരാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന പാപത്തെപ്പറ്റി പറയാം. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ നമ്മൾ അറിഞ്ഞിരുന്നില്ല. വളരെ മാതൃകയാക്കാതെ നിങ്ങൾ വിളിച്ച വിശുദ്ധനത്തോളം അനുസരണമുള്ള മക്കളായി എല്ലാ നടക്കും വിശുദ്ധരായി, ഞാൻ വിശുദ്ധനായാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ റെസ്റ്റ് ഓഫ് ദ ലൈഫ് മുഴുവൻ നമ്മൾ പാലിക്കേണ്ടതാണ്. റോമർ 11 കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഭാഗങ്ങളാണ് പിന്നീട് പറയുന്നത്. പിന്നീട് പറയുന്നത്, പിന്നെ അവരോട് നിങ്ങൾക്ക് ഭൂലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിപ്പി. ഇത് പറയുന്ന ഒരു കാര്യമാണ്. ഈ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് അതിൽ നമ്മൾ അതിനെപ്പറ്റി അത്ര ആഴത്തിൽ നമ്മളത് പഠിച്ചിട്ടില്ല. നമ്മൾ പഠനകാലത്ത് ഞാൻ മനസ്സിലായി വരുന്നത്, നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഭൂമിയിൽ ലഭിക്കുന്നതും സ്വർഗത്തിൽ ലഭിക്കുന്നതും ഒരാൻസറേ ഉള്ളൂ, സുവിശേഷം. അതിൻ്റെ കാരണം, ഒരു അമേരിക്കയിലെ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ലേവ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം പഠിച്ചു. ബുക്കർ ടി വാഷിംഗ്ടൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ബ്ലാക്സിന് വേണ്ടി ജീവിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൗതികമായ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ദോസ് ഹു ആർ ഹാപ്പിയസ്റ്റ് ആർ ദോസ് ഹു ഡു ദ മോസ്റ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് എത്രമാത്രം നമ്മൾ ചെയ്തു കൊടുക്കുന്നോ അവരായിരിക്കും ഏറ്റവും സന്തോഷമായി. നമുക്ക് ഭൂമിയിൽ ഏറ്റവും ഒരാൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം സുവിശേഷമാണ്. കാര്യം അവനായിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് അവൻ മോചിതനായാൽ അവൻ തന്നെത്താൻ വർക്കൗട്ട് ചെയ്ത് അവൻ്റെ ജീവിതം കരുപിടിപ്പിക്കും. അവന് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകും. അവന് മറ്റുള്ള ആളുകൾ അവനെ ബഹുമാനിക്കും. അവന് മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരാളെ സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ എത്ര നാൾ സഹായിക്കും, എത്ര നാൾ കൊടുക്കാൻ പറ്റും. പക്ഷേ ആ ആളിൻ്റെ എബിലിറ്റീസ്, ആ ആളിൻ്റെ സമയം, ഇതെല്ലാം നല്ല പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അവനായിരിക്കുന്ന ബന്ധനത്തിൽ നിന്നാണ് മോചനം. ഭൂമിയിലെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയാം. അപ്പോൾ നമുക്കൊരാളെ സുവിശേഷം പറയുകയാണെങ്കിൽ അതിൽ തന്നെ നന്മയുണ്ട്. പിന്നെ എറ്റേണിറ്റിയിലുള്ള അവന് കിട്ടുന്ന റിവാർഡുകളല്ല. അതുകൊണ്ടാണ് ദോസ് ഹു ആർ ഹാപ്പിയസ്റ്റ് ആർ ദോസ് ഹു ഡു ദ മോസ്റ്റ് ഫോർ അതേഴ്സ്. ഇനി അടുത്തത്, ഇത് പറഞ്ഞത് ഡോക്ടർ ആൽബർട്ട് ഷ്വൈറ്റ്സർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ആൽബർട്ട് ഷ്വൈറ്റ്സർ പറഞ്ഞത്, എല്ലാവർക്കും സുവിശേഷത്തിൻ്റെ നിയമമാണ്. അദ്ദേഹം പറഞ്ഞത്, അതായത് ദ ഗ്രേറ്റസ്റ്റ് നോളജ് ഈസ് ടു നോ ദ വിൽ ഓഫ് ഗോഡ്. നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ എന്തിനാണ് സൃഷ്ടിച്ചെന്നുള്ള അറിവ്, അതിനകത്ത് ഒന്ന് സുവിശേഷമാണ്. പിന്നെ ഓരോരുത്തർക്ക് ചില സ്പെഷ്യൽ കോളിംഗ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഗ്രേറ്റസ്റ്റ് നോളജ് ഈസ് ടു നോ ദ വിൽ ഓഫ് ഗോഡ്. അതായത് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. ഇനി അടുത്തത്, ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്, ഏറ്റവും വലിയ നേട്ടം ദൈവഹിതം നിവൃത്തിയാക്കുന്നതാണ്. ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ഈസ് ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. ഇനി മൂന്നാമത്, ദ ഗ്രേറ്റസ്റ്റ് ഹീറോയിസം, ഏറ്റവും വലിയ ധീരപ്രവൃത്തി, ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പദ്ധതി നിവൃത്തിയാക്കുന്നതാണ് ഏറ്റവും വലിയ ധീരപ്രവൃത്തി. ഇനി നാലാമത്, ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഈസ് ടു ഹാവ് ദ അപ്രൂവൽ ഓഫ് ഗോഡ് ഓൺ യുവർ വർക്ക്. ഏറ്റവും വലിയ സന്തോഷം നല്ലൊരു വിശ്വസ്തനമായ ദാസനെ എന്നുള്ള ദൈവത്തിൻ്റെ വിളി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് സുവിശേഷം പറയുമ്പോൾ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം. ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് എന്നാണ് ഭൂമിയിൽ. അല്ല, ഭൂമിയിൽ പറയുന്നത് ദോസ് ഹു ആർ ഹാപ്പിയസ്റ്റ് എന്നാണ് പറയുന്നത്. ദോസ് ഹു ആർ ഹാപ്പിയസ്റ്റ് ആർ ദോസ് ഹു ഡു ദ മോസ്റ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് എത്രമാത്രം ചെയ്തു കൊടുക്കുന്നു അവർക്കാണ് ഏറ്റവും വലിയ സന്തോഷം ഭൂമിയിൽ ലഭിക്കുന്നത്. ഭൂമിയിൽ പക്ഷേ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ്, എല്ലാത്തിനേക്കാളും വലിയ സന്തോഷം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോൾ നല്ലൊരു ദാസനുമായ നല്ലൊരു വിശ്വസനമായ ദാസൻ എന്നുള്ള ദൈവ വിളി. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഇത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി. കോൺവെൻസർ മാസ്റ്റർ ഇത് ആദ്യം സംസാരിച്ചപ്പോൾ ആദ്യം ഈ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കണ്ടുപിടിച്ചിട്ടുള്ളത്, അതായത് നമ്മൾ സുവിശേഷം, നമ്മൾ മത്തായി
28-ന്റെ 19-20 പറഞ്ഞു. നമ്മൾ സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഗോസ്പൽ അപ്പോസ്തല പ്രവൃത്തികൾ അറിയാമെങ്കിൽ നമുക്ക് സുവിശേഷം പറയാം. പക്ഷേ അവിടെ അതിനകത്തൊരു അബദ്ധമുണ്ട്. ഒരബദ്ധം എടുക്കണം. ഇവിടെ സുവിശേഷം എന്ന് പറയുന്നത് ഈ ഇതിനകത്ത് സകല സൃഷ്ടിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന പറയുന്നത്. പക്ഷെ മത്തായി 28-ന്റെ 21, മത്തായി 28-ന്റെ 19-20 അതൊരു സുവിശേഷം പറഞ്ഞാൽ ശിഷ്യരാക്കുന്നത്. അത് നമ്മൾ പറയില്ല, ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സെറ്റും മേജർ സെറ്റും സബ്സെറ്റ് ഉണ്ട്. മറ്റ് മേജറായ കാര്യം എന്ന് പറയുന്നത് ശിഷ്യരും കൂടെ ആക്കണം. അപ്പം അതാണ് ഫൈനൽ. അപ്പം ഈ ശിഷ്യരാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേഖനങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം. കാരണം പല സുവിശേഷത്തിൻ്റെ കാലം കഴിഞ്ഞ് പിന്നീട് ഉണ്ടാകാവുന്ന തർക്കങ്ങളും എല്ലാം ദൈവം പത്രോസിൽ കൂടി, പൗലോസിൽ പ്രത്യേകിച്ച് പൗലോസിൽ കൂടി, പിന്നെ പത്രോസിൽ യാക്കോബ് ഇതിലെല്ലാവരും കൂടി ഇങ്ങനെ ദൈവം ലേഖനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സുവിശേഷം പറഞ്ഞ് ശിഷ്യരാക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞതിന് ആവരണം ഉള്ളതുകൊണ്ട് നമ്മളും സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും മാത്രം പോരാ, ലേഖനങ്ങളും അറിഞ്ഞിട്ട് വേണം നമ്മൾ സുവിശേഷത്തിലേക്ക് പോകാൻ. എല്ലാം അറിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ കെമിസ്ട്രി പഠിക്കുമ്പോൾ, ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പഠിക്കുന്ന IL ഫൈനാർ എന്ന് പറഞ്ഞ ഒരു വലിയ ബൃഹത്തായ ബുക്കാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അദ്ദേഹം വലിയ ബുക്ക് തയ്യാറാക്കിയിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൊട്ടേഷനാണ്. കാരണം കാർഡിനൽ ന്യൂമാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, a man would do nothing if he waited until he could do it so well that nobody would find fault with what he has done. അതായത് ആരും എന്നെ ഒരു കുറ്റവും പറയരുത് എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ആൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരിക്കലും പറയാതെ ഞാൻ പറഞ്ഞത്, a man would do nothing if he waited until he could do it so well that nobody would find fault with what he has done. അപ്പം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വരും. അതുവേണ്ടി നമുക്ക് ഇതിനെ പരിഹരിക്കാം. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കാം, ചെയ്തു തുടങ്ങണം. സുവിശേഷം അതുപോലെ തന്നെ നമ്മൾ സുവിശേഷം നന്നായിട്ട് അറിയണം, അപ്പോസ്തലന്മാരോട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ലേഖനങ്ങളെ പറ്റി ജനറലായിട്ട് സംതിങ് ഓഫ് എവരിതിങ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമുക്ക് സുവിശേഷം പറയാം. ശിഷ്യരാക്കുന്ന സമയമാകുമ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് നമുക്കും ഒപ്പത്തിനൊപ്പം വളർന്ന് നമ്മൾ ആ വളർച്ചയും വിശുദ്ധിയുടെ പടവിലേക്ക് നമുക്ക് വളർന്നു വരാൻ ഇടയാകും. പ്രേസ്തലാണ് ഇത്രയും സമയം നിങ്ങൾക്ക് ഇവിടെ എനിക്ക് തരുവാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റാർട്ട് ഒരു മെസ്സേജ് അടക്കാം. പക്ഷേ എൻ്റെ അതിൽ അടുത്ത് ബന്ധുവായതുകൊണ്ട് അല്ല സ്നേഹിതനായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറയാം. പിന്നെ എനിക്ക് അത്ര വലിയ പരിചയവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.